ഒരു ദിവസം എൻ്റെ കൈ ഒഴിഞ്ഞില്ല. അപ്പം ഞാൻ ചേച്ചിനെ കൊണ്ടാണ് രസം ഉണ്ടാക്കി. അന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട രസം. അതിൽ പിന്നെ ഞാൻ ചേച്ചിയുടെ തലയിലിടും. എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഉണ്ടാക്കിയാൽ മതി ചേച്ചി രസം എന്ന് പറയട്ടാ. അപ്പം അതിൽ പിന്നെ ചേച്ചിയാണ് ഉണ്ടാക്കാറ്. അപ്പം ഇന്ന് ഞാൻ ഓർത്ത് ഇന്നൊരു വെറൈറ്റി രസം ഉണ്ടാക്കിയാലോ എന്ന് ഓർത്ത്. അപ്പം ഇന്ന് എന്നോട് ചോദിച്ചു രസമാണോ ഉണ്ടാക്കണത്, പുളിശ്ശേരിയാണോ മോരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും നമുക്കിന്നൊരു തേങ്ങ രസം ഉണ്ടാക്കണം. അപ്പം തന്നെ എൻ്റെ എണ്ണീത്തി പറയും തേങ്ങക്കും വെളിച്ചെണ്ണക്കും വില കൂടിയ സമയത്ത് അയാൾ തേങ്ങ രസം ഉണ്ടാവും, വേറെ പണിയൊന്നും. ഞാൻ പറയട്ടെ ഇച്ചിരി തേങ്ങ മതി എന്ന് പറയട്ടെ. അങ്ങനെ പാനിലേക്ക് ഒരു 6 വറ്റൽമുളകും 2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങ കേട്ടോ. അതാ കുറച്ച് തേങ്ങ കണ്ടല്ല, അത് ഇത്രത്തോളം തേങ്ങയുള്ളൂ കേട്ടോ. അതും കൂടി എടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് കടയിൽക്കായതുകൊണ്ടിട്ടാണ് ഇത്രത്തോളം തേങ്ങയും വറ്റൽമുളകൊക്കെ എടുത്തിട്ടാ. വീട്ടിലേക്കാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഞാൻ തേങ്ങയ്ക്കത് ഇത്രത്തോളം വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറുക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചി കണ്ടില്ലേ, അത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. നമ്മുടെ അടുത്ത് കുരുമുളക് ഉണ്ടെങ്കിൽ ആ വറുത്ത സമയത്ത് കുരുമുളക് ഇട്ടിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ അടുത്ത് കുരുമുളക് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് കുരുമുളക് പൊടി ചേർത്തത്. പിന്നെ 1 ടേബിൾ സ്പൂണ് മറ്റേ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണമല്ലോ കേട്ടോ. അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കരുത്. ഇനി ഇതേ പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ടേ പൊട്ടി വന്നപ്പോൾ ലേശം ഉലുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും വീഡിയോ ഓണാക്കാൻ മറന്നു ഇന്ന്. അപ്പോൾ ദേ ഉലുവിട്ട് കൊടുക്കണം, മറക്കരുത്. ഇനി ഇതിലേക്ക് ഇതേപോലെ കേട്ടോ ഞാൻ ചതച്ചെടുത്തേക്കണം. അതിൻ്റെ ഇടയിൽ തക്കാളിയൊന്നും ചതഞ്ഞ് കിട്ടിയില്ല, അതൊക്കെ കുഴപ്പമൊന്നുമില്ല, രസമല്ലേ, കണ്ടമുണ്ടം കിടക്കട്ടെ, ഒന്ന് കടിച്ചെടുക്കാമല്ലോ. അങ്ങനെ ഇത് എല്ലാം കൂടി ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് വഴണ്ട് വന്നപ്പോൾ എന്ത് നല്ല മണമാണെന്ന് അറിയാമോ വന്നത്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടാ. ഇതവിടെ കിടന്ന് വഴരട്ടെ കേട്ടാ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറൊരു പണി നോക്കാം കേട്ടോ. ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ രസം വെക്കാൻ പോണ ഈ ഒരു പാത്രത്തിലാണ്. അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അത് ഇളക്കിയില്ലെങ്കിൽ നല്ല കരിഞ്ഞു പിടിച്ചാൽ കരിച്ചോവ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ഇല്ലായിരുന്നു, അപ്പം ഞാൻ ആ കുപ്പിയുടെ മൂടൊക്കെ പൊട്ടിച്ചിട്ടില്ലേ, എന്നിട്ടാണ് ആ കായപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പം അത്രയും മതിയായിരുന്നു കായപ്പൊടി, അതുകൊണ്ടിട്ടാണ് പിന്നെ ഞാൻ മേടിക്കാൻ പോഞ്ഞത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഞൗടി എടുക്കണുണ്ട്. അപ്പോൾ ആ കായത്തിൻ്റെയും മല്ലിയിലയുടെയും തക്കാളി എല്ലാത്തിൻ്റെയും നീരങ്ങോട്ട് നന്നായിട്ട് ഇറങ്ങി വന്ന് നല്ല മണത്തോട് കൂടി കിട്ടും കേട്ടോ. ഇനി നമ്മൾ പുളിവെള്ളം ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൈ കൊണ്ട് ഇതേപോലെ അരിച്ചു വയ്ക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ അരിച്ചു വയ്ക്കണത് എന്താണെന്നറിയാമോ, നമ്മൾ മേടിക്കുന്ന പുളി നല്ലതാണ്, അതുകൊണ്ടിട്ടാണ് അരിക്കാത്തത്. ഒട്ടും കല്ലോ മണ്ണോ ഒന്നും ഇല്ലാത്ത നല്ല പുളിയാണ് കേട്ടോ. എത്രത്തോളം നമുക്ക് രസം വെക്കാനായിട്ട് വെള്ളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മസാല എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിക്കണേ, അല്ല അതിൻ്റെ ടേസ്റ്റ് കുറയേ. അപ്പം ഞാൻ ഈ പാത്രം നിറച്ചും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കണക്കാണ്ട് ഈ ഒരു പാത്രത്തിൽ ഈ രസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് രസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ രസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ അതേപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇടണമെങ്കിലല്ലേ ആ പുളിയും പിന്നെ എരിവും എല്ലാം കൂടി ആകുമ്പോഴല്ലേ, ഉപ്പൊക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും രസത്തിന്. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ട കറക്റ്റ് ബക്കറ്റിൻ്റെ അളവ് കണ്ട. നമ്മുടെ കടയിൽ സാധാരണ രസം, പപ്പട രസം, വെറൈറ്റി രസങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തേങ്ങാ രസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ ഇല്ലേ, അതായത് അനിയത്തിമാർക്കോ നാത്തുമാർക്കോ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടാ. പിന്നില്ലേ നല്ല ടേസ്റ്റാണ് ഈ ഒരു രസം. ഞങ്ങളുടെ കടയിൽ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ രസം. അപ്പോൾ വീട്ടിലുണ്ടാക്കാനും മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.